അങ്ങിരുന്ന് കരയാണ്. എന്തിനാണ് സ്വയം ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒറ്റയ്ക്കായിപ്പോയി എന്നിങ്ങനെ ഇരുന്ന് ചിന്തിക്കല്ലേ. ലോകം കണ്ട, ലോകത്തെ വിജയിച്ചു കീഴടക്കിയ, ലോകത്തിന്റെ നെറുകയിലേക്ക് കയറി നിന്ന സകലമാന മനുഷ്യരും അവരുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയത് ഒറ്റയ്ക്കായിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല കൂടെ. ഒരാളെ കാണിച്ചിരാവോ കൂട്ടത്തോടെ വിജയിച്ചു കയറിയത്? ഞാനീ പറയുന്നത് മറ്റേ ടീം എഫേർട്ട് അല്ലെ ടീം സ്പിരിറ്റിന്റെ കാര്യത്തിലൊന്നുമല്ല. ജീവിത വിജയം, അല്ലെങ്കിൽ ജീവിതത്തിൽ സ്റ്റഡിയായി നിൽക്കാൻ പറ്റിയ, ജീവിതത്തിൽ വളരെ നെഞ്ചും വിരിച്ചു നിന്ന, ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ വളരെ ഗംഭീരമായി ചിരിച്ചുകൊണ്ട് നേരിടുന്ന ഒരാളും ഒറ്റയ്ക്കല്ലാതായിട്ടില്ല. എല്ലാവരും ഒറ്റയ്ക്കായിരുന്നു. നിങ്ങൾ ഒറ്റയ്ക്കായി പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടം കൊണ്ടെല്ലാം തീരുകയാണെന്നല്ലോ. ഒറ്റയ്ക്ക് നിങ്ങൾ നേരിടുന്ന ഓരോ അനുഭവങ്ങളാണ് നിങ്ങളെ ആത്മവിശ്വാസത്തിലേക്ക് നടക്കാൻ പ്രേരിപ്പിക്കുന്നത്. അല്ലേ? ആണോ അല്ലയോ? നിങ്ങൾ തന്നെ ആലോചിക്കുക. ഈ അനുഭവം നിങ്ങൾക്കിപ്പോൾ ഉണ്ടായി എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമുൽ ബേബി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കില്ലായിരുന്നു. ഒന്നിനും ശേഷിയില്ലാത്ത കുറെ ആൾക്കാർ. അങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പൊ നിങ്ങളായി മാറിയിരിക്കുന്ന ഈ മനുഷ്യരാവല്ലോ. ഇതിനു മുമ്പ് നിങ്ങൾ എത്രയോ കണ്ടു, എത്രയോ കൊണ്ടു. അതിൽ നിന്നാണ് ഇന്നത്തെ നിങ്ങളുണ്ടായേ. ആണോ അല്ലേ? പിന്നെ കൂടുതൽ ടെൻഷനൊന്നും വേണ്ട. ഒറ്റയ്ക്കാകണം മനുഷ്യർ. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ വലിയ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയങ്ങളിൽ നമ്മൾ അറിയാതെ നമ്മൾ ഒറ്റയ്ക്കാകും. അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. ആൾക്കാർക്ക് ഇഷ്യൂസിന്റെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെയുള്ളവർ പോകും. അതിലൊന്നും അവരെ കുറ്റപ്പെടുത്തണ്ട. നമ്മുടെ ഏറെ എനിക്കറിയാം, നിങ്ങളുടെ ഹൃദയത്തോട് വളരെ ചേർന്ന് നിന്നവരാണ് പോയത്. ആ സമയത്തും കൂടെ നിൽക്കും എന്നുറപ്പുണ്ടായിരുന്നവരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കൂടെ നിൽക്കുന്നുണ്ടാവില്ല. അതിലും അവരെ കുറ്റപ്പെടുത്തണ്ട. മനുഷ്യർക്ക് പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാൻ വലിയ താല്പര്യമില്ല. ഒരാൾക്കൊരു പ്രശ്നമുണ്ടെന്നറിഞ്ഞാൽ അവൻ ശരിയാകും എന്ന് ചിന്തിക്കുന്നവരാണ് മനുഷ്യർ. നമ്മുടെ കൂട്ടുകാരതെ, നമ്മുടെ പാർട്ട്നേഴ്സതെ, നമ്മുടെ വീട്ടുകാരതെ. ഇത് നിങ്ങൾ ഒറ്റയ്ക്കാണ് നേരിടേണ്ടത്. നിങ്ങൾക്കത് ഒറ്റയ്ക്ക് നേരിടാൻ പറ്റും. അത് നിങ്ങൾ മറന്നു പോകുന്നു. അതാണ് പ്രശ്നം. ഇതിനു മുമ്പും പ്രശ്നങ്ങൾ വന്നപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നോ? നിങ്ങളുടെ കൂടെ ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. ഒറ്റയ്ക്ക് പറ്റൂ. ഒറ്റയ്ക്കാണെങ്കിലേ നിങ്ങൾ ആ പ്രഷറിലൂടെ കടന്നു പോയാലേ, തീച്ചൂളയിലൂടെയാണ് നല്ല സ്ഫടികപാത്രങ്ങൾ വരുന്നത്. അല്ലെ? ഒരു നല്ല വെള്ളാരം കല്ല് പുഴയിലൂടെ കാലങ്ങൾ, നൂറ്റാണ്ടുകൾ ഒഴുകി ജലത്തിന്റെ പ്രഷർ കാരണമാണ് അതങ്ങനെ അത്രയും ഭംഗിയുള്ളതായി മാറുന്നത്. നിങ്ങളുണ്ടല്ലോ, നിങ്ങളിലെ വ്യക്തിത്വം പരിവപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കണം. ഞാൻ ഒറ്റയ്ക്കായി പോയി എന്ന് പറഞ്ഞത് കരയാതെ നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു കഴിഞ്ഞ ഒരാളായി മാറുകയാണ് എന്നത് തിരിച്ചറിയണം. അവിടെ മുതൽ രക്ഷപ്പെടും. ഞാനല്ലേ പറയുന്നേ, കാട്ടങ്ങിരിക്കൂ. നിങ്ങൾ ഒറ്റയ്ക്കാണ് ആകേണ്ടത്. നിങ്ങൾ ഇപ്പൊ ഒറ്റയ്ക്ക് നേരിടുക എന്ന് പറയുന്നതാണ് കാലത്തിന്റെ വിധി. ഇത് നിങ്ങൾ പാസ് ഓൺ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് അപ്പുറം വരുമ്പോൾ നിങ്ങൾ പൊളിക്കും. നിങ്ങൾ സൂപ്പർ ആയിരിക്കും. കേട്ടോ? ഇരുന്ന് വലിയ സങ്കടങ്ങളൊന്നും കാണാതെ ആ ഒറ്റയ്ക്കാകലിനെ അനുഭവമാക്കി എടുക്കുക. ഒറ്റയ്ക്ക് ഈ അനുഭവത്തിലൂടെ കടന്നു പോവുക. ഇനി അങ്ങോട്ട് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ തക്കതായ വലിയൊരു പുസ്തകമായി നിങ്ങൾ മാറുക. അത് നിങ്ങളെ കൊണ്ട് പറ്റും. വരകട്ടെ പ്രകാശ്.